നമസ്തേ. അഖിലയാണ് ഈ ജെറുസലേമിൽ നിന്ന്. നാട്ടിലെ ഇലക്ഷന്റെ ചൂട് കാരണം ഇവിടെ നിൽക്കാൻ പറ്റണില്ല കേട്ടോ. ഈ ഒരു സമയത്ത് സത്യത്തിൽ എനിക്കൊരു വിഷമമുണ്ട്. ഈ ഒരു സമയത്താണ് നാട്ടിലെ ഓരോ സ്ഥാനാർത്ഥിക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തക എന്ന നിലയിൽ രാപകലെ ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. പക്ഷെ എന്റെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കിപ്പോ നാട്ടിലിറങ്ങി പ്രവർത്തിക്കാൻ പറ്റില്ല. എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് NDAയുടെ ഓരോ കാൻഡിഡേറ്റ്സിനും വേണ്ടിയിട്ട് സമ്മതിദായകരെ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ അവർക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കാൻ മാത്രമേ എനിക്കിപ്പോ കഴിയുള്ളൂ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് എനിക്കിപ്പോ പറ്റുന്നുള്ളൂ. അത് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോ ആദ്യം തന്നെ ഞാൻ പാലക്കാടുള്ളവരോടാണ് പറയുന്നത്, പാലക്കാട്ടെ ഓരോ സമ്മതിദായകരും അവരുടെ വിലപ്പെട്ട വോട്ടുകൾ ശ്രീമതി ശോഭ സുരേന്ദ്രന് നൽകി നിങ്ങൾ വിജയിപ്പിക്കണം. കാരണം വികസനമാണ് ലക്ഷ്യമെങ്കിൽ ഓരോ വോട്ടും NDAക്ക്. മാറാത്തത് മാറിയേ പറ്റൂ. മാറ്റം അനിവാര്യമാണ്. 70 വർഷമായിട്ട് പാലക്കാട് അന്യം നിന്നുകൊണ്ടിരുന്ന വികസനം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രീമതി ശോഭ സുരേന്ദ്രന് സാധിക്കുമെന്ന് 100% നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. ജീവിതത്തിന്റെ അധിക സമയവും പാർട്ടിക്ക് വേണ്ടിയിട്ടും നമ്മുടെ നാട്ടിനു വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീരത്നമാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ. കേരള നിയമസഭയിൽ ശ്രീമതി ശോഭ സുരേന്ദ്രന്റെ ഉറച്ച ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുമെങ്കിൽ കേന്ദ്രം നൽകുന്ന കോടാനുകോടി രൂപയുടെ വികസന പദ്ധതികൾ പാലക്കാടിന്റെ ഓരോ തെരുവ് വീഥികളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അഴിമതിരഹിത ഭരണം, ഇതാണ് NDA മുന്നോട്ട് വെക്കുന്നത്. ഓരോ NDA സ്ഥാനാർത്ഥിക്കും അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ സമ്മതിദായകരെ നിങ്ങളുടെ ഓരോ വോട്ടും NDA കാൻഡിഡേറ്റ്സിന് നൽകി വിജയിപ്പിക്കണമേ എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. വന്ദേ മാതരം.